ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ചൂട് ചായക്കൊപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആലു ബോണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീടുകളിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ നല്ലതുപോലെ ഉരുളക്കിഴങ്ങ് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് പൊടിച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴന്നു വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒപ്പം തന്നെ കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. ഇത് കശ്മീരി ചില്ലി പൗഡറല്ല, കുറച്ച് എരിവുള്ള പൊടിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പുഴുങ്ങി പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതാണ്. അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൽ മസാലയൊക്കെ നല്ലതുപോലെ കോട്ട് ചെയ്ത് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കലക്കിയെടുക്കണം. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒത്തിരി ലൂസായി പോകാൻ പാടില്ല. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെള്ളം ആവശ്യമാണെന്നുള്ളത്. അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നല്ലതുപോലെ ചൂടൊക്കെ ആറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ ബോൾ പോലെ ഒന്ന് ഉരുട്ടി ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഇത്രയും ഞാനിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഓരോ ബോൾസും നമ്മുടെ ബാറ്ററിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കോട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടല്ലോ, ഒത്തിരി ലൂസാവരുത് ബാറ്ററി. ഇതുപോലെ നമുക്ക് നല്ലതുപോലെ കോട്ടായി കിട്ടണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. എന്നിട്ട് ഓരോ ബോൾസായിട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒത്തിരി എണ്ണ ആവശ്യമായിട്ട് വരില്ല ഫ്രൈ ചെയ്യാനായിട്ട്. കുറച്ച് എണ്ണ മതിയാകും. എന്നിട്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് അതിൻ്റെ മുകളിലായിട്ട് എണ്ണ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. അങ്ങനെ ആദ്യത്തെ ബാച്ച് ആലു ബോണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എത്രത്തോളം നമ്മുടെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ആലു ബോണ്ടയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ പുഴുങ്ങി പൊടിച്ച് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഇനി ആരും ചായക്കടയിലോട്ടൊന്നും പോകണ്ട. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ബോണ്ട അല്ലെങ്കിൽ ആലു ബോണ്ട തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.